നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൃഹദാരണ്യകോപനിഷത്ത് എപ്പിസോഡ് 306. പിന്നീട് 4-ാം ദിവസം പ്രഭാതത്തിൽ പത്നി കുത്തിയെടുത്ത അരിയെടുത്ത് സാലീഭാഗ വിധിപ്രകാരം നെയ്യ് സംസ്കരിച്ച് ചരു പാകം ചെയ്ത് അതും സംസ്കരിച്ച് താലീപാകാന്നത്തിൽ നിന്നും അല്പമെടുത്ത് പ്രധാനഹൂതികൾ ചെയ്യുക. ആഗ്നേയേ സ്വാഹ, അനുമതയേ സ്വാഹ, ദേവായ സവിത്രേ പ്രത്യഭ സവായ സ്വാഹ. ഇങ്ങനെ ആഹൂതി ചെയ്തതിനെ തുടർന്ന് ശിഷ്ടഹൃത് ഹോമം ചെയ്ത് താലിയിൽ ശേഷിച്ച ചരു ഒരു പാത്രത്തിൽ പകർന്ന് അതിൽ നെയ്യ് ചേർത്ത് ആദ്യം ഭർത്താവ് ഭക്ഷിക്കണം. പിന്നീട് ബാക്കിയുള്ളത് പത്നിക്ക് കൊടുക്കുന്നു. പിന്നെ കൈകാൽ കഴുകി ആചമിച്ച് ജലപാത്രം നിറച്ച ശേഷം ആ ജലം കൊണ്ട് പത്നിയെ 3 തവണ അഭിഷേകം ചെയ്യണം. അഭിഷേകത്തിനുള്ള മന്ത്രം ഉത്തിഷ്ഠാതു വിശ്വാവസു ന്യ മിച്ച പ്രപൂർവാംസം ജായാം പത്യാ സഹ എന്നതാകുന്നു. അതേ തുടർന്ന് ഭർത്താവ് തൻ്റെ ഹിതമനുസരിച്ച് പത്നിക്ക് പായസം തുടങ്ങിയവ നൽകിയതിനു ശേഷം ശയന സമയത്ത് അമോഘമസ്മി എന്നിത്യാദി മന്ത്രങ്ങൾ ചൊല്ലി അവളെ ആശ്ലേഷിക്കണം. മന്ത്രത്തിൻ്റെ സാരം ഇതാകുന്നു: ഞാൻ പ്രാണനാകുന്നു, നീ വാക്കാകുന്നു. നീ വാക്കാണ്, ഞാൻ പ്രാണനാണ്. ഞാൻ സാമമാണ്, നീ ഋതമാണ്. ഞാൻ ആകാശമാണ്, നീ ഭൂമിയാണ്. അതുകൊണ്ട് വരൂ, ദമ്പതികളായ നാം ആശ്ലേഷിക്കാം, ഒന്നിച്ച് രേതസ്സിനെ സ്വീകരിക്കാം. അത് നിമിത്തം നമുക്ക് പുരുഷത്വ വിശിഷ്ടനായ പുത്രൻ ജനിക്കട്ടെ. അതിനുശേഷം പത്നിയുടെ 2 തുടകളും അന്യോന്യം അകറ്റണം. പിന്നെ മന്ത്രം ചൊല്ലാം: വിജിഹീതാം ദ്യാവ്യാ പൃഥിവി എന്ന്. ഹേ ഊരുസ്വരൂപമായ ആകാശമേ, ഭൂമി, നിങ്ങൾ 2 അകന്നു നിൽക്കണേ. അതിനുശേഷം പത്നിയുടെ യോനിയിൽ അവയവം ചേർത്ത് അവളെ അഭിമുഖമാക്കി അനുധാമക്രമത്തിൽ അവളുടെ സമ്പൂർണ്ണ ശരീരത്തെയും 3 പ്രാവശ്യം സംവാഹനം ചെയ്യണം. തലോടുമ്പോൾ വിഷ്ണുർ യോനിയും കൽപ്പയേത് എന്ന മന്ത്രം ചൊല്ലുക. വിഷ്ണു ഭഗവാൻ നിന്റെ യോനിയെ പുത്രോത്പത്തിക്ക് സമർത്ഥമാക്കി തീർക്കട്ടെ. സൂര്യൻ നിന്റെ അംഗങ്ങളെ പുഷ്ടവും ദർശനീയവുമാക്കട്ടെ. പ്രജാപതി എന്നിൽ നിന്നും അഭിന്നനായി സ്ഥിതി ചെയ്തുകൊണ്ട് നിന്നിൽ വീര്യത്തെ ആധാനം ചെയ്യട്ടെ. നീ വീണ്ടും വീണ്ടും സ്തുതിക്കപ്പെടുന്ന സിനീവാലിയാണ്. നീ ഗർഭം ധരിക്കൂ. പ്രതുഷ്ടുകെ ഗർഭം ധരിക്കൂ. കമലമാല ധരിച്ച അശ്വിനി ദേവന്മാർ നിന്നിൽ ഗർഭാധാനം ചെയ്യട്ടെ. അശ്വിനി ദേവന്മാർ ജ്യോതിർമയിയായ അരണികളാൽ മന്ഥനം ചെയ്ത മന്ദത്തിൽ നിന്നും അമൃതമാകുന്ന ഗർഭം പ്രകടമായി. അതേ അമൃതരൂപത്തിലുള്ള ഗർഭത്തെ ഞങ്ങൾ നിന്റെ കുക്ഷിയിൽ സ്ഥാപിക്കുന്നു. അതിനെ നിനക്ക് 10-ാം മാസത്തിൽ പ്രസവിക്കാൻ സാധിക്കും. പൃഥ്വിയുടെ ഗർഭം അഗ്നിയും സ്വർഗീയ ഭൂമി ഇന്ദ്രനാൽ ഗർഭവതിയുമാകുന്നു. അതുപോലെ ഞാൻ നിന്നിൽ പുത്രനാകുന്ന ഗർഭത്തെ സ്ഥാപിക്കുന്നു. പ്രസവാരംഭത്തിൽ സ്ത്രീയുടെ പുറത്ത് യഥാവായു തുടങ്ങിയ മന്ത്രം ജപിച്ച് ജലം തെളിക്കണം. മന്ത്രാർത്ഥം വായു തടാകത്തിലെ ജലത്തെ എല്ലാ ഭാഗത്തു നിന്നും ചഞ്ചലമാക്കുന്നത് പോലെ നിന്റെ ഗർഭം സ്വസ്ഥാനം വിട്ട് ജരായു സഹിതം വെളിയിൽ വരട്ടെ. ഇന്ദ്രന് വേണ്ടി ആ യോനി മാർഗം നിർമ്മിതമായിരിക്കുന്നു. ഗർഭവേഷ്ടനം ജരായു സഹിതമാണ്. ഇന്ദ്ര ആ മാർഗത്തിലെത്തി നീ ഗർഭത്തോടും മാംസപേശികളോടും കൂടി വെളിയിൽ പ്രവേശിക്കുക. നമസ്കാരം. ബാക്കി അടുത്ത എപ്പിസോഡ്.